ആധുനിക കാലത്ത് വ്യക്തിഗത ബ്രാൻഡിംഗ് വലിയ പ്രാധാന്യമുണ്ടെന്ന് ഷെഫ് സുരേഷ് പിള്ള. ശക്തമായ ബ്രാൻഡിംഗ് പ്രസക്തി വർദ്ധിപ്പിക്കും. കൊച്ചിയിൽ ജെയിൻ യൂണിവേഴ്സിറ്റി സംഘടിപ്പിക്കുന്ന ദ ഫ്യൂച്ചർ സമ്മിറ്റിൽ സംസാരിക്കുകയായിരുന്നു അദ്ദേഹം. സമൂഹമാധ്യമങ്ങൾ സജീവമാകുന്നതിന് മുൻപേ ആരംഭിച്ച വ്യക്തിഗത ബ്രാൻഡിംഗ് ആണ് ജനഹൃദയങ്ങളിൽ പിടിച്ചു നിർത്താൻ സഹായകമായതെന്ന് ഷെഫ് സുരേഷ് പിള്ള. ആധുനിക കാലഘട്ടത്തിൽ വ്യക്തിഗത ബ്രാൻഡിംഗിന്റെ പ്രസക്തി എത്രത്തോളം അനിവാര്യമാണ് എന്നതാണ് ആ വാക്കുകളിലൂടെ വ്യക്തമായത്. 15 വർഷത്തിലേറെ വിദേശത്ത് ജോലി ചെയ്തെങ്കിലും തിരികെ നാട്ടിലെത്തിയപ്പോൾ ജനങ്ങളെയും ജനകീയ വിഭവങ്ങളെയും ഒന്നുകൂടി പഠിക്കേണ്ടി വന്നുവെന്നും കൊച്ചിയിൽ ജെയിൻ യൂണിവേഴ്സിറ്റി സംഘടിപ്പിക്കുന്ന ദ ഫ്യൂച്ചർ സമ്മിറ്റിൽ ഷെഫ് പിള്ള പറഞ്ഞു. ഞാൻ അങ്ങനെ ഒരു ഷെഫായിട്ട് പ്ലാൻ ചെയ്ത് വന്ന ഒരാളല്ല. ഞാൻ ആക്സിഡന്റലി അല്ലെങ്കിൽ ഇത് അത്യാവശ്യമായിട്ടൊരു ജോലി വേണം എന്ന നിലയിൽ നിന്ന് ഇവിടെ ഈ ഒരു മേഖലയിൽ എത്തപ്പെട്ടു. എന്നിട്ട് എത്തപ്പെട്ട സമയത്ത് നമുക്ക് തിരിച്ചറിയുമല്ലോ നമ്മുടെ ഒരു കുറച്ച് നൈപുണ്യം ഇതിനകത്തുണ്ട്, അല്ലെങ്കിൽ അത് സ്കില്ലുണ്ട്. ആ സ്കില്ല് തിരിച്ചറിഞ്ഞിട്ട് അതിൽ കൂടുതൽ ഫോക്കസ് ചെയ്തുകൊണ്ടാണ് എനിക്കൊരു പക്ഷേ ഒരു അക്കാഡമിക്കലി അല്ലെങ്കിൽ കൂടുതൽ പ്രൊഫഷണലി ട്രെയിൻ ചെയ്യാണ്ട് ഒരു പാചകക്കാരൻ ആവാൻ പറ്റിയെന്നാണ് എനിക്ക് തോന്നിയത്. മീൻകറിയും ചോറും എന്ന മലയാളിയുടെ പരമ്പരാഗത വിഭവത്തിന്റെ പ്രസക്തിയെക്കുറിച്ച് സെഷനിൽ സംസാരിച്ച ബിഗ് ബോസ് താരവും FC ബോയ് എന്നറിയപ്പെടുന്ന ബ്ലോഗറുമായ അഡ്വക്കേറ്റ് ഒനീൽ സാബുവും ചൂണ്ടിക്കാട്ടി. മലയാളികളെയും മലയാളികൾക്ക് പ്രിയപ്പെട്ട വിഭവങ്ങളെയും തന്റേതായ ഭാഷയിൽ അവതരിപ്പിച്ചതാണ് തന്റെ ഐഡന്റിറ്റിക്ക് കാരണമായി മാറിയതെന്നും ഒനിൽ കൂട്ടിച്ചേർത്തു. പിള്ളയുടെ പ്രശസ്തമായ നിർവാണ എന്ന വിഭവത്തിന് പേര് നൽകിയത് ഒനിലാണെന്ന് സെഷൻ മോഡറേറ്ററായ മിൻഹാജ് മുഹമ്മദ് സദസ്സിനെ അറിയിച്ചു. ഫുഡ് സ്റ്റോറീസ് ആൻഡ് പേഴ്സണൽ ബ്രാൻഡിംഗ് എന്ന വിഷയത്തിലാണ് മൂവരും പങ്കെടുത്ത ചർച്ച നടന്നത്. 24 കൊച്ചി. ലോകത്തെവിടെയായാലും ഏത് സമയത്തും 24 വാർത്തകളും ഓഗ്മെന്റഡ് റിയാലിറ്റി പാക്കേജുകളും എക്സ്പ്ലെയിനറുകളും വിശദമായി കാണാൻ ഞങ്ങളുടെ യൂട്യൂബ് ചാനൽ നിങ്ങൾക്ക് സബ്സ്ക്രൈബ് ചെയ്യാം.